പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനും പാപ്പയും കൂടി നട്ട് വളർത്തിയ കുറച്ച് പച്ചക്കറി കാണിച്ചു തരാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും പിന്നീട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് എടുത്താലോ. മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്നത് വിഷമുള്ളതാണെന്ന് നമുക്കറിയാം. എന്തിനാണ് നമ്മൾ വിഷം അറിഞ്ഞുകൊണ്ട് തിന്നുന്നത്? അപ്പോൾ ഞാനും പാപ്പയും വിചാരിച്ചു എന്നാൽ ഒരു കൃഷിയുടെ അങ്ങ് തുടങ്ങിയാലോ. അപ്പോൾ ഒന്നും നോക്കിയില്ല, അന്ന് ആ സമയം തന്നെ അങ്ങ് തുടങ്ങി. അതിൽ പകുതിയും ഇപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക്. അപ്പം നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പം ഇത്രയൊക്കെ ഉള്ളു, കുഞ്ഞാണ്. പിന്നെ പറമ്പിലൊക്കെ കുറച്ച് ചേന, ചേമ്പ് അങ്ങനത്തെ പലതും ഉണ്ട്. പിന്നെ നമ്മുടെ മുറ്റത്തും ഉണ്ട്. അപ്പം ഇവിടെ മാത്രമേ ഞാൻ നട്ടതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. ഇവിടെ ഞങ്ങൾ തക്കാളി, പച്ചമുളക്, ബദനിയും പിന്നെ കറിവേപ്പില അങ്ങനെ പലതും ഇപ്പം വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാം ബാപ്പ പരിചയപ്പെടുത്തി. അപ്പോൾ ഇത് പച്ചമുളകാണ്. ഇതിന്മേലൊരു വെടി കുത്തി കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഇത് ചെരിഞ്ഞ് വീഴുന്നതാണ് കേട്ടോ. ഇതേമാതിരി കുറച്ച് പൂവൊക്കെ ഉണ്ടായി, കുറച്ച് പച്ചമുളകൊക്കെ പറിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇത് ചെരിഞ്ഞ് വീഴുന്നതിന് എല്ലാത്തുമ്മേലും അധികം ചെടിയുമ്പോഴും ബാപ്പ കുത്തി കൊടുത്തിട്ടുണ്ട്. ഞാനിത് നട്ടിട്ടുണ്ട്, ഞാനങ്ങ് പോയിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. വെള്ളം ഒഴിക്കുന്നതിൻ്റെ സംവിധാനമാണ് ഇത്. കണ്ടോളൂ നിങ്ങൾ, ട്രിപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഇവിടുന്ന് ഓരോരോ തുള്ളിയായി ചുറ്റുന്നത് നിങ്ങൾ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഇത് നമ്മൾ അവിടുന്ന് ഓണാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ബദനിയാണ്. ഇപ്പം ബദനിക്കാണ് ഇവിടെ സ്പോട്ട്. ഇവിടെ ഇപ്പം ബദനിയാണ്. ഇതിന്മേൽ ആദ്യം തീരെ ഉണ്ടാവുന്നില്ലായിരുന്നു. അപ്പം അപ്പം ഇതാ ഇവിടെ നിന്നൊക്കെ മുറിച്ചു കൊടുത്തതാണ്. ഇതാ നിങ്ങൾ കാണുന്നില്ലേ, ഇവിടുന്ന് മുറിച്ചെടുത്തപ്പോൾ ഇമ പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളിപ്പം 2-3 എണ്ണം വിളവെടുത്തു, വയറ്റിലാക്കി. അപ്പം ബദനി കുറേ എണ്ണുണ്ട്. ഇതാ ഇവിടെ ഒന്നുണ്ടായി കാച്ചിക്കാണ്. അപ്പുറത്തും ഉണ്ട്. ഇവിടെ ഒന്നുണ്ടായിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതിന്മേൽ കുറച്ച് 2-3 പൂവൊക്കെ ഉണ്ട്. സൈഡിൽ ഇവിടെ ഒക്കെ ഉണ്ട്. ബദനിക്കാണിപ്പോൾ ഇവിടെ. അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചി കണ്ടിട്ടൊക്കെ നമ്മുടെ ഇഞ്ചി ഒരു ഇതായിട്ട് തന്നെ നട്ടതാണ്. അപ്പോൾ ഈ ഇഞ്ചി അധികം വീട്ടിൽ നമ്മൾ കാണും. ഇത് പല വീട്ടിലുണ്ടാകുന്നൊരു സാധനമാണ്. ഞങ്ങളെല്ലാം അധികം വീട്ടിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ ചെടിയും നടുമ്പോൾ ഇത് സ്യൂഡോമോണോ ഇതിൻ്റെ വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഇത് കുഴിച്ചിടാറുള്ളത്. അപ്പോൾ ഇതെല്ലാ കടയിലും അവൈലബിളാണ്. എല്ലാ വളത്തിൻ്റെയും ചെടി വാങ്ങുന്ന കടയിലൊക്കെ ഇത് അവൈലബിളാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ. അപ്പോൾ ഇതാ നമ്മൾ ഇടുകയാണ്. ഇപ്പം കുറച്ച് ചെടികൾ ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ചെടി ചട്ടിയിൽ ഞങ്ങൾ ഇത് വിത്ത് നട്ടിട്ട് പൊടിപ്പിച്ചിട്ട് ഇത്ര ഇതാകുമ്പോൾ കാണിച്ചു കൊടുക്കും. ഇത്ര ഇതാകുമ്പോൾ ഞങ്ങൾ കിളക്കും. ഈ സാധനം കൊണ്ടാണ് ഞങ്ങൾ കിളക്കാറുള്ളത്. അപ്പം എന്നിട്ട് ഞങ്ങൾ ഈ വെള്ളത്തിലിട്ട് കൊടുക്കും. സ്യൂഡോമോണിൻ്റെ വെള്ളത്തിലിട്ട് കൊടുക്കുകയാണ്. കുറച്ചു നേരം ഇതിലേക്ക് നിൽക്കട്ടെ. തക്കാളി ഉണ്ട്. മണ്ണാവുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് തന്നെയാണ്. ഇപ്പോൾ ഇത് കയപ്പയാണ്. കയപ്പൊക്കെ അതുപോലെ തന്നെ ഒരു ഇത് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇത് പയറാണ്. പയറ് പടരാണ്. ഇതിന്മേൽ തന്നെ ഒരു വെണ്ടക്ക ഉണ്ട്. ഇതിന്മേൽ ഞങ്ങൾ മെഞ്ഞാന്ന്
മെഞ്ഞാന്ന് പറിച്ചതാണെന്ന് തോന്നുന്നു, മെഞ്ഞാന്നാണ് പറിച്ചത്. പിന്നെ അതും പയറാണ്. നമ്മുടെ അതിനൊരു ഇത് കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ഓറഞ്ചാണ്. ഓറഞ്ച് ഞങ്ങൾ കായ്ച്ച തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ്. അതിന് സ്യൂഡോമോണം. പിന്നെ ഓറഞ്ചിന് മുടിയും മുട്ടത്തോടും നല്ലതാണ്. അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലൊരു പയർ കിടക്കുന്നുണ്ട്, ഇതിലും ഉണ്ട് ഒരു. അപ്പോൾ ഇത് ഫ്ലഷ് ഫ്ലവറാണ്, നമ്മുടെ കേക്ക് മേലൊക്കെ വെക്കുന്നത്. അപ്പോൾ എൻ്റെ ചാച്ച ഒരു കേക്കൊക്കെ ഉണ്ടാക്കും, കേക്ക് ബിസിനസ്സൊക്കെ ഉണ്ട്. അപ്പം ഇത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങളിതൊരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൂവ് എടുത്തിട്ട് ഇവിടെ നട്ടതാണ്. അപ്പോൾ നമ്മുടെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ ഇതൊക്കെ വെക്കുന്ന അതുപോലത്തെ ഒരു തരം ഡെക്കറേഷൻ പൂവാണ് കേട്ടോ. വൈറ്റും പിന്നെ ഒരു റെഡും ആണ്. അപ്പോൾ ഇത് ഡെക്കറേഷൻ സോറി, റെഡ് അല്ല, യെല്ലോ ആണ്. അപ്പോൾ യെല്ലോ ഇവിടെ എവിടെയോ ഉണ്ട്, ഞാൻ നട്ടിട്ടുണ്ട്. റെഡ് അത് പടവലങ്ങയാണ്. അപ്പോൾ ഇത് കരിമ്പാണ്. കരിമ്പ് വാങ്ങുന്ന എല്ലാ കടയിലും നിങ്ങൾക്ക് കുഴിച്ചിടാനായിട്ടൊരു ഇത് തരും, നിങ്ങൾ ചോദിച്ച് വാങ്ങണം. അല്ലാണ്ട് ഇതിന് സ്യൂഡോമോണോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്മേലൊക്കെ ഇപ്പോഴാണ് വന്നത്. നേരത്തെ നമ്മൾ സ്യൂഡോമോണിൽ മുക്കാൻ കുറച്ച് ഇത് വെച്ചായിരുന്നല്ലോ, അതിപ്പോൾ നടുവാൻ പോവാണ് നമ്മൾ. അത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ വെക്കണം, അല്ലാതെ ഇതൊന്നും ആവത്തില്ല. ബാപ്പ പറഞ്ഞത് 20 മിനിറ്റ് വെക്കണമെന്നാണ്. അപ്പോൾ ഇത് ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുഴിച്ചിടാം. ഇതെടുത്ത് ഇറങ്ങാണ്. അപ്പോൾ ഇതാ, എന്നിട്ട് നമുക്ക് വിത്തെടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അമർത്തരുത് കേട്ടോ. ഇത് തൽക്കാലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അത് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രോ ബാഗിലാണ് നടുന്നത്. ഇത് എല്ലാ കടയിലും അവൈലബിൾ ആണ്. ഇത് കോഴിക്കോട് നിന്നാണ് വാങ്ങിച്ചത്. വെറും 15 രൂപയുള്ളൂ. ആ പ്ലാസ്റ്റിക് ഒക്കെ കിടക്കുന്നത് അതൊക്കെ നമുക്ക് മാറ്റാം. ഇത് കമ്പോസ്റ്റ് മാത്രമാണ് കേട്ടോ, പിന്നെ വേറൊന്നുമില്ല. ആട്ടും കാട്ടും. ഇപ്പോൾ ബാപ്പ ആണിട്ട് അപ്പോൾ ഇതും ഫ്ലഷ് ഫ്ലവറാണ്. അപ്പോൾ ഇവിടെ 3-4 ഉണ്ട് ഫ്ലഷ് ഫ്ലവർ. അപ്പോൾ എല്ലാത്തിനും നട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ താഴെ നട്ടായിരുന്നു, അത് ചീറ്റിപ്പോയി. മുകളിൽ നട്ടതാണ് പൊടിച്ചത്. അതിന്മേലിപ്പം 3-4 കൊമ്പ് ഇതൊക്കെ വന്നിട്ടുണ്ട്. മുട്ട ഇട്ടിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പം പിന്നെ കരിയില, അത് കരി പറിച്ചതാണ്. ഇത് മണ്ണ്. പിന്നെ ഇഞ്ചി. ഞങ്ങളിവിടെ എല്ലാം നടുമ്പോൾ ആവശ്യത്തിന് കമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ കമ്പ് ഇരുന്നാൽ നമുക്ക് വേഗം എടുക്കാൻ പറ്റും. ഇതാ ഇതിന് കുറച്ച് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി. എന്നാൽ ഇതിൽ ഇവിടത്തേക്ക് മാത്രമാണ് കേട്ടോ ഉള്ളൂ ഈ പൈപ്പ്. ഞങ്ങൾ കോഴിക്കോടാണ് എല്ലാ പർച്ചേസിങ്ങും, കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ പർച്ചേസിങ്ങും കോഴിക്കോട് നിന്നാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളാരും പോക്കില്ല. അപ്പം ബാപ്പ തന്നെയാണ് പോക്കുള്ളത്. അപ്പം നെക്സ്റ്റും നമ്മുടെ കയ്പക്ക അല്ല, ഇത് കയ്പല്ല, ഇത് ബദനി തന്നെയാണ്. നമ്മൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബാപ്പ വല്ലതിലും കുഴിച്ചിടുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും വെള്ളം അവിടെ കെട്ടി വയ്ക്കില്ലേ? ഇല്ല, ഇതാ പൈപ്പ് കൂട്ട് നേരെ അവിടെ എത്തും. അപ്പോൾ ഇതാ ലോട്ടായി എത്തും.
അപ്പോൾ നിങ്ങൾ ശ്രമിക്കുക, കുറച്ച് പച്ചക്കറി മാത്രം, ടെറസിന്മേലാവണമെന്നില്ല, നമ്മുടെ പറമ്പിലൊക്കെ നടാം. ഇപ്പം നമുക്ക് മാക്സിമം നമ്മൾ കടയിൽ പോകാതിരിക്കാനും നോക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ നട്ട് വളർത്തുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ, സീ യു, ടേക്ക് കെയർ.